ഹലോ ഹായ് ഇറ്റ്സ് മീ മിസ്റ്റർ ക്രിയേറ്റർ ആൻഡ് വെൽക്കം ടു 50 ഡേയ്സ് ഓഫ് ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോർ സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്റ്റോർ സെറ്റപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യും. അപ്പം നേരിട്ട് നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ സീരീസിലെ ബാക്കി 2 വീഡിയോസും കണ്ടതെന്ന് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഈ വീഡിയോയിലേക്ക് കടന്നു വരിക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പം നിങ്ങൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യവും ഏറ്റവും ഫസ്റ്റ് ആവശ്യമായി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ബിസിനസ്സിന് വേണ്ട നെയിം ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. ഒരു നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 തരത്തിലുള്ള ടൂൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്ന് പറയുന്നത് ഏറ്റവും ആൾക്കാർക്ക് പ്രിയങ്കരമായതും അതേപോലെ എല്ലാവർക്കും അറിയുന്നതുമായിട്ടുള്ള ഒരു ടൂളാണ് ചാറ്റ് ജി പി ടി പോയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നെയിം കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ചാറ്റ് ജി പി ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടി പോയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ സ്റ്റോർ എന്താണ്, ഏത് നീഷയാണെന്ന് ആദ്യം ഇവിടെ വ്യക്തമാക്കണം. ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ മെയിനായിട്ട് 2 തരത്തിലാണ് ചെയ്യാവുന്നത്. ഒന്ന് പറയുന്നത് നീഷ സ്റ്റോറും അല്ലെങ്കിൽ ജനറൽ സ്റ്റോർ. നീഷ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കുന്ന സ്റ്റോർ. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെങ്കിൽ ഒരു നീഷ എന്ന് പറയുന്നത് ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഷൂസ് കാര്യങ്ങളാണ് വിൽക്കുന്നതാണെങ്കിൽ ഷൂസ് ആണ് അതിൻ്റെ നീഷ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, വീട്ടിലേക്ക് ആവശ്യമായ എസെൻഷ്യൽ കാര്യങ്ങളാണ് വിൽക്കണമെങ്കിൽ ഹോം എസെൻഷ്യൽസ്, അതായിരിക്കും ഒരു നീഷ. പക്ഷെ മറിച്ച് ജനറൽ സ്റ്റോർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഒരു എല്ലാ നീഷയും ഒരുമിച്ച് ഒരു സ്റ്റോറിലാണ് വിൽക്കുന്നതെങ്കിൽ അതിനെ ജനറൽ സ്റ്റോർ എന്നാണ് പറയുന്നത്. ഞാനൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചെയ്യേണ്ടത് ജനറൽ സ്റ്റോറിൽ നിന്ന് തുടങ്ങുക എന്നായിരിക്കും സജഷൻ. കാരണം എന്താ വെച്ചാൽ ഒരു ജനറൽ സ്റ്റോർ ആകുമ്പോൾ നിങ്ങൾക്ക് പല വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുവഴി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് അടുത്തൊരു പ്രൊഡക്റ്റും കൂടി നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതും നിങ്ങൾക്ക് സക്സസ് ആവുകയാണെങ്കിൽ ആ ഒരു നീഷ നിങ്ങൾക്ക് കിട്ടും. ആ നീഷ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് പിന്നെ അത് മാറ്റിമറിക്കുക എന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. കാരണം നിങ്ങൾ നീഷ സ്റ്റോറായിട്ട് ഡയറക്റ്റ് തുടങ്ങിയാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ടാർഗറ്റ് ചെയ്യേണ്ട ആരാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പക്ഷേ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഡ്രോബാക്ക് എന്താ വെച്ചാൽ നിങ്ങൾ നീഷ സ്റ്റോർ തുടങ്ങുക വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു സ്റ്റോർ അല്ലെങ്കിൽ ആ നീഷ വർക്കായിരിക്കും നിങ്ങൾക്ക് വേറൊരു നീഷയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര ഇടങ്ങാറാണ്. കാരണം നിങ്ങൾ അതിനെ ബേസ് ചെയ്തായിരിക്കും സോഷ്യൽ മീഡിയ കാര്യങ്ങളും പ്ലാറ്റ്ഫോമും കാര്യങ്ങളും വെബ്സൈറ്റ് കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് മാറ്റിയെന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകും. പക്ഷേ ഒരു ജനറൽ സ്റ്റോർ കറക്റ്റ് ഒരു നീഷ സ്റ്റോറിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനറൽ സ്റ്റോറാണോ നീഷ സ്റ്റോറാണോ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെയിം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയിമിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ചാറ്റ് ജി പി ടിയിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ പറയുകയാണ് ചാറ്റ് ജി പി ടി പറഞ്ഞത് നിങ്ങളുടെ നീഷ എന്താണെന്ന് ചോദിക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് എൻ്റെ നീഷ എന്ന് പറയുന്നത് ജനറൽ സ്റ്റോറാണ്. ഞാൻ ഉദ്ദേശിക്കാൻ പോകുന്ന ആദ്യം പറയേണ്ടത് നിങ്ങളുടെ ചാറ്റ് ജി പി ടിയോട് നിങ്ങളൊരു ആക്ട് ആസ് ഈ പറയുന്ന പ്രോംപ്റ്റ് അതേപടി ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ശരിയാണ്. ആക്ട് ആസ് എ എക്സ്പീരിയൻസ്ഡ് ബിസിനസ് എക്സ്പേർട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റർ അടിക്കുക. അപ്പോൾ ചാറ്റ് ജി പി ടി എന്ത് ചെയ്യും, ഞാനൊരു ബിസിനസ് എക്സ്പേർട്ടായി റെഡിയാണ്, നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞോ, ഞാൻ ഇപ്പം സെറ്റാക്കി തരാം. അപ്പോൾ അവിടെയാണ് ഇനി അടുത്താണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ സ്റ്റോർ എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നെയിം ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. I am planning to do a drop shipping business and I want a store name. My main idea is to create a general store and ഇവിടെ ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റോറിൻ്റെ പേരിൽ വരേണ്ട കീവേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഷോപ്പ് എന്നുള്ള കീവേഡ് എനിക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇ കോമേഴ്സ് എന്നുള്ള കീവേഡ് കൊടുക്കാൻ പോകണേ. അതേപോലെ തന്നെ ജനറൽ സ്റ്റോർ എന്നുള്ള കീവേഡ് കൊടുക്കാൻ വേണ്ടിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേരാണ് ലൈഫ് എന്ന് പറഞ്ഞുള്ളൊരു കീവേഡ്. അപ്പോൾ ഇങ്ങനത്തെ കീവേഡ്സ് ഒക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ആൻഡ് ദ നെയിം ഷുഡ് കണ്ടെയ്ൻ ആൻഡ് യു ഷുഡ് ക്രിയേറ്റ് names with the keywords I provide like
ലൈക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഫസ്റ്റ് കീവേഡ് എന്ന് പറയുന്നത് ഷോപ്പ് ആയിക്കോട്ടെ, സെക്കൻഡ് കീവേഡ് എന്ന് പറയുന്നത് ലൈഫ് ആക്കിക്കോട്ടെ, മൂന്നാമത്തെ കീവേഡ് എന്ന് പറയുന്നത് ഇ കോമേഴ്സ് ആയിക്കോട്ടെ, അടുത്ത കീവേഡ് എന്ന് പറയുന്നത് എന്താ പറയുക ഷോപ്പായി, ലൈഫായി, ഇ കോമേഴ്സായി. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് ജനറലാണ്, ജനറൽ സ്റ്റോർ ആയിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ കുറച്ചും കൂടി കീവേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്താൽ ഉപകാരമായിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എൻ്റർ അടിക്കുകയാണെന്ന് വെച്ചാൽ മൂപ്പര് നമുക്ക് അത് ChatGPT കുറേ തരത്തിലുള്ള നെയിംസ് കാര്യങ്ങൾ വിത്ത് ഷോപ്പ് വെച്ചിട്ടുള്ള കുറേ ഓപ്ഷൻസ് തന്നിരിക്കുന്നു, വിത്ത് ലൈഫ് വെച്ചിട്ട് കുറേ ഓപ്ഷൻസ് വരുന്നിരിക്കുന്നു, വിത്ത് ഇ കോമേഴ്സ് പറഞ്ഞിട്ടുള്ള വേറെ ഓപ്ഷൻ വെച്ചു. പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ഒരു കാര്യം കൂടി ഷോപ്പിഫൈ ChatGPT പറയേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് തരുന്ന ബിസിനസ് നെയിം ഭയങ്കര ഷോർട്ടായിരിക്കണം. മാക്സിമം ഒരു വേർഡിൽ ഒതുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാക്സിമം ഒരു വേർഡ് തന്നെ ഉപദേശിക്കാൻ നോക്കുക, അല്ലെങ്കിൽ 2 വേർഡും മാക്സിമം, അതിനപ്പുറം പോകാൻ പാടില്ല. അതിനുള്ളിൽ നമ്മൾ ഒരു നെയിം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അതും കൂടി ഇവിടെ കൊടുക്കാൻ പോവാണ്. ക്രിയേറ്റ് മീ ബിസിനസ് നെയിംസ് within 1 word and that too short ones എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നെയിംസ് കാര്യങ്ങൾ ഇനി വരുന്നതാണ് കേട്ടോ. ഷോഫി, ലിപ്സി, ജെൻസോ, ഇക്കോമി, ഷോപ്പിംഗ്, ഇങ്ങനത്തെ കുറേ നെയിംസ് നമുക്ക് വന്നു. ഇതിൽ കുറേ നെയിംസ്, പിന്നെ 2 വേർഡ്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 വേർഡ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ നെയിംസ് കുറേ ജനറേറ്റ് ഉണ്ടാവുമല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെയിംസ് കാര്യങ്ങളൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഷോർട്ട് ലിസ്റ്റ് തന്നെ ഒരു പേപ്പറിലോ പെന്നിലോ എവിടെയെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ എഴുതി വെക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, നെയിം ജനറേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമതൊരു സ്റ്റെപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം എങ്ങനെ നെയിം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് നെയിം ലിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നെയിം ലിക്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾ നെയിം ലിക്സ് എന്ന് പറഞ്ഞിട്ട് .com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്നതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ഇവിടെ ചെയ്യാനുള്ളത്. നമ്മുടെ മനസ്സിലുള്ള വെബ്സൈറ്റിനെ കുറിച്ചുള്ള കീവേഡ്സ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിടുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത പ്രകാരം ഷോപ്പ് എന്നുള്ളതാണ്, ലൈഫ് എന്നുള്ളതാണ്, അതേപോലെ തന്നെ ഇ കോമേഴ്സ് എന്നാണ്, ജനറൽ സ്റ്റോറാണ്. ഇനി നമ്മൾ എന്നിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ക്ലിക്ക് ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഏത് നെയിം സ്റ്റാളിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഓട്ടോ ചൂസ് ചെയ്യാം, ഇവോക്കേറ്റീവ്, അതായത് റെഡ് ബുൾ അല്ലെങ്കിൽ ഫോർവേഡ് 21 എന്നുള്ള പോലത്തെ നെയിംസ് പോലെ ചൂസ് ചെയ്യാം വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കോമ്പൗണ്ട് വേർഡ്സ് പറഞ്ഞാൽ ഫെഡ് എക്സ് എന്ന 2 വേർഡ്സ് കമ്പനി ചെയ്ത്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് 2 വേർഡ്സ് കമ്പനി അങ്ങനത്തെ വേണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലാത്ത വേർഡ്സ്, ഇപ്പോൾ ടൊയോട്ടോ എന്ന് പറയുന്നത് വേറെ ലാംഗ്വേജിലുള്ള വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ബ്രാൻഡബിൾ ആയിട്ടുള്ള നെയിംസ്, നമ്മളെ ഗൂഗിളിന്നോ റോളക്സിനോ അങ്ങനത്തെ ബ്രാൻഡബിൾ ആയിട്ടുള്ള നെയിംസ് വേണോ, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള നെയിംസ് വേണം, ഡോളർ ഷേവ് ക്ലബ് എന്നുള്ള ഷോർട്ട് ഫ്രേസ് പോലത്തെ നെയിംസ് വേണോ, ആൾട്ടർനേറ്റീവ് സ്പെല്ലിങ്സ് വെച്ചിട്ടുള്ളതാണ് വേണോ, അല്ലെങ്കിൽ റിയൽ വേർഡ്സ് വെച്ചിട്ട് വേണമെന്ന്. അപ്പോൾ ഞാനിതിൽ സജസ്റ്റ് ചെയ്യാം ഒന്നെങ്കിൽ ഓട്ടോ വെച്ചിട്ട് പോകാൻ നിങ്ങൾക്ക്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ബ്രാൻഡബിൾസും ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബ്രാൻഡബിൾ നെയിംസ് വെച്ചിട്ട് തന്നെ പോവാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. രണ്ടാമത് ചോദിക്കണത് റാൻഡംനെസ് എത്ര വേണമെന്നാണ്. റാൻഡംനെസ് വരാൻ നിങ്ങളുടെ പേര് ജനറേറ്റ് ചെയ്യുമ്പോൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് എത്ര തരത്തിലുള്ള റാൻഡമിൽ നമുക്ക് ആ പേര് ജനറേറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ലോ ആണ്, അപ്പം ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാവും ചെയ്യുന്നുണ്ടാവുക. മീഡിയത്തിൽ പറഞ്ഞാൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടാവും വരിക. ഹൈ പറഞ്ഞാൽ ഭയങ്കര റാൻഡം ആയിട്ടുള്ള ഐഡിയാസ് ആവും. അപ്പോൾ ഇതിൽ മീഡിയം അല്ലെങ്കിൽ ഹൈ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ മീഡിയമാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. മീഡിയം അല്ല ഹൈയോ ഏതാച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ ലോ ആവരുത് എന്തോ എന്നാലും. അടുത്ത പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ്. ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആൾറെഡി കീവേഡ് അടിച്ചിട്ടുണ്ട്. അവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് തരത്തിലുള്ള സ്റ്റോറാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, എന്താ അതിൻ്റെ മെയിൻ ഉദ്ദേശം കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ പേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജനറേറ്റ് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഈ ഒരു വെബ്സൈറ്റ് പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് പല വെറൈറ്റി നെയിംസ് കാര്യങ്ങൾ കിട്ടും. ഈ നെയിംസ് ഒക്കെ നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യുന്നത് ഇതിൽ കിട്ടുന്ന എല്ലാ നെയിംസും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് വെച്ചാൽ ഫസ്റ്റ് ഒരു ചിലപ്പോൾ കേട്ടോ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ, എവറി ഡേയ്സ്, മാലോറി, സെൻട്രോ, അല്ലെങ്കിൽ ലൈവ് മാർട്ട്. ഇത് ലൈവ് മാർട്ട് കൊള്ളാം. അപ്പോൾ ലൈവിൻ്റെ ആ മാർട്ട് എന്നുള്ള വേർഡ് ഷോപ്പ് പോയിട്ട് കണക്ട് ആണ് വേണ്ടില്ല. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് മിത്ത്. ഇപ്പോൾ മിത്ത് മാർട്ട് ഇങ്ങനെ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ അതും വേണ്ട, അത് കറക്റ്റ് ഒരു സുഖം കിട്ടില്ല. നമുക്ക് വേറെ നോക്കാം. ലൈവ് ഫ്രഷ്. അപ്പോൾ ഇതിൽ ലൈവ് മാർട്ട് എന്നാക്കാൻ പറ്റുള്ളൂ. ഇതിലെ ലൈവും കേട്ടോ, ഇതിൽ ലൈവ് മാർട്ട് തന്നെ കൊടുക്കുന്നു, സോറി മാറിപ്പോയതാ. അല്ലെങ്കിൽ ലൈഫ് ഷോപ്പ്, ലൈഫ് മാർട്ട് എന്നാക്കാൻ പറ്റും. ലൈഫ് മാർട്ട് അത് ജീവിതമായി കണക്ട് ആക്കുന്ന ഷോപ്പ്. അങ്ങനത്തെ തരത്തിലുള്ള നെയിംസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഐഡിയാസ് കമ്പൈൻ ചെയ്യാൻ മാക്സിമം നോക്കാം.
അപ്പം ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ChatGPT തന്നെ മാക്സിമം ഇതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നെയിം ജനറേറ്റഡ് ഈ 2 ടൂൾസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സാധനം. ഇതല്ലാതെ കുറേ ടൂൾസ് അവൈലബിൾ ആണ്, നിങ്ങളത് റിസർച്ച് ചെയ്തിട്ട് നോക്കുക. ഈ 2 ടൂൾ വെച്ചിട്ട് നിങ്ങൾ മാക്സിമം നമ്പേഴ്സ് ഓഫ് നെയിംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറേ നെയിംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നെയിംസിൽ കുറേ എണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കുറേ എണ്ണം ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നെയിംസൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഗോഡാഡി പറഞ്ഞൊരു വെബ്സൈറ്റ് പോയിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അതിൽ സ്പ്രിംഗ് വൈസ് എടുക്കുകയാണ്. സ്പ്രിംഗ് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പേര് എടുക്കുകയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഗോഡാഡി വെബ്സൈറ്റ് പോയി, ഗോഡാഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൊമൈൻ വാങ്ങണ വെബ്സൈറ്റിന് ആവശ്യമുള്ള ഡൊമൈൻ വാങ്ങണ വെബ്സൈറ്റ്, അവിടെ നമ്മൾ സ്പ്രിങ് എന്തായിരുന്നു സംഭവം, സ്പ്രിംഗ് വൈസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കാം. ആ പേര് ആ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ അവൈലബിൾ ആണോ നോക്കാം. സ്പ്രിംഗ് വൈസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കുമ്പോൾ ഡൊമൈൻ അവൈലബിൾ ആണോ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഡൊമൈൻ അവൈലബിൾ അല്ല. ഡൊമൈൻ വാങ്ങണമെങ്കിൽ നിങ്ങൾ 12,999 രൂപ കൊടുക്കണം. അപ്പം ഈ ഒരു കേസ് വരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറേ നെയിംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. ഒരു നെയിമൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് പോകാൻ ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ വരും. സ്പ്രിംഗ് വൈസ് .in അവൈലബിൾ ആണ്, ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. മാക്സിമം .com .in ചൂസ് ചെയ്യാൻ മാക്സിമം നോക്കുക നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ നെയിം വെരിഫൈ ചെയ്യാനുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഗോഡാഡി പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് ഡൊമൈൻ മാത്രം ചെക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നെയിം ചെക്ക് എന്ന് പറഞ്ഞ സംഭവമാണ്. നെയിം ലിങ്ക്സ് പോലെ തന്നെ നെയിം ചെക്ക് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ നെയിം ചെക്ക് .com ഇതെല്ലാമാണല്ലോ. namechecker.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിൽ പോയാലുള്ള ഉപകാരം എന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറേ നെയിംസ് ആ നെയിംസ് അയച്ചു കൊടുക്കുമ്പോൾ .com അവൈലബിൾ ആണോ, ഫേസ്ബുക്ക് അവൈലബിൾ ആണോ, ട്വിറ്റർ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ യൂട്യൂബ് അവൈലബിൾ ആണോ, വേറെ ഏതൊക്കെ സോഷ്യൽ മീഡിയാസ് ഉണ്ടോ, ഏതൊക്കെ ഡൊമൈൻസ് ഉണ്ടോ, ഇതൊക്കെ അവൈലബിൾ ആണോ അല്ലേ എന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാമല്ലോ സ്പ്രിംഗ് വൈസ് ഇതിൽ അവൈലബിൾ അല്ല. എന്നാലും നമുക്ക് നെയിം ചെക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം എടുക്കും. കണ്ടോ ഇപ്പം തന്നെ കണ്ടോ കാണിക്കണേ, ഫിൻഇൻട്രസ്റ്റ് അവൈലബിൾ അല്ല, ഡ്രിബിൾ അവൈലബിൾ ആണ്, .org അവൈലബിൾ അല്ല. പക്ഷേ എന്താ പറയുക, ബ്ലോഗറിൽ അവൈലബിൾ ആണ്, വേർഡ് പ്രസ്സിൽ അവൈലബിൾ ആണ്. മറ്റേത് ഈ ഒരു സെക്ഷൻസൊക്കെ കുറച്ച് ടൈം എടുക്കും. കാരണം കുറേ തരത്തിലുള്ള പേരുകൾ അവൈലബിൾ ആയിട്ട് സ്ഥലങ്ങളാണ് .com ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ. അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ ആദ്യം കാണിച്ചത് തന്നെ namecheck.com. ഇവിടെ നമുക്കത് പേരടിച്ചു നോക്കാം. ചെക്ക് അടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് ഈ പേര് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണിച്ചു തരാൻ പറ്റും. കേട്ടോ ഇതിൽ ഡൊമൈൻ മാത്രമേ കാണിക്കുള്ളൂ. ഡൊമൈൻ .com അവൈലബിൾ അല്ല എന്ന്, ആൾറെഡി ടേക്കൺ ആണെന്ന് ഇവിടെ തന്നെ പറയുന്നത്. നമുക്ക് അതിന് ആവശ്യം അതേപോലെ തന്നെ ഉണ്ടോ സോഷ്യൽ മീഡിയ യൂസർ മീൻസ് ഫേസ്ബുക്ക് ആൾറെഡി ടേക്കൺ ആണ്, ട്വിറ്റർ ആൾറെഡി ടേക്കൺ ആണ്, ലിങ്ക്ഡിൻ. അപ്പോൾ ഈ ഒരു പേര് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ മെയിനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് .com അവൈലബിൾ ആണോ അല്ലെന്ന് മെയിനായിട്ട് നോക്കണം. .com അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പേര് എടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേര് എടുക്കാൻ പറ്റും. എന്തുകൊണ്ട് ഞാൻ പറയാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ ആ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് ചൂസ് ചെയ്യുക. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അത് അവൈലബിൾ അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു നെയിമിൻ്റെ കൂടെ ദാന്നോ ഇൻഫോന്നോ അല്ലെങ്കിൽ സിമ്പിൾസ് കാര്യങ്ങളോ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ നെയിംസ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വെച്ചാൽ ഷോപ്സി എന്ന് പറഞ്ഞൊരു പേരാണ്. ഷോപ്സി എന്നുള്ള പേര് ആൾറെഡി ടേക്കൺ ആണ് വിചാരിക്കാം. ഡൊമൈൻ ഉണ്ട്, പക്ഷേ സോഷ്യൽ മീഡിയ ഹാൻഡ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോപ്സി എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പേര് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെടുക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ info@shopsy എന്നുള്ള പേര് കൊടുക്കാം സോഷ്യൽ മീഡിയ. അല്ലെങ്കിൽ ഷോപ്സി_സ്റ്റോർ അങ്ങനത്തെ തരത്തിലുള്ള നെയിം കൊടുക്കാം. ഇങ്ങനത്തെ മാക്സിമം സാമ്യമുള്ള തരത്തിലുള്ള നെയിംസ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഡൊമൈൻ .com മസ്റ്റായിട്ട് അവൈലബിൾ ആവണം, അല്ലെങ്കിൽ .in എങ്കിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റൊക്കെ ഓരോന്നായിട്ട് കൊടുത്തിട്ട് ഈ നെയിംസ് അവൈലബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ വെബ്സൈറ്റ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ട്, നിങ്ങളിപ്പോൾ നെയിം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വിടുകയാണ്. അപ്പോൾ ഞാൻ ആൾറെഡി ഒരു നെയിം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നെയിം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ ഒരു നെയിം സെലക്ട് ചെയ്തെന്ന് ചോദിക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യണം. Gmail ID ക്രിയേറ്റ് ചെയ്യണമെന്ന് മസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മെയിൽ ID ഉപയോഗിച്ചിട്ടാവും നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ എല്ലാ തരത്തിലുള്ള അക്കൗണ്ട്സുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ID അത്യാവശ്യമാണ്. അപ്പോൾ മെയിനായിട്ട് പോകുന്നത് വെച്ചാൽ മെയിൽ
ജിമെയിലിൽ പോവുക. ഞാൻ ആൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ കറക്റ്റ് മെയിൽ ഐ ഡി കാണും. അല്ലെങ്കിൽ ജിമെയിലിൽ പോവുക, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് അടിക്കുക. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ പേര്, അത് മാക്സിമം നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഡൊമൈനിന് പേരെടുത്തില്ലേ, ആ പേരുമായിട്ട് മാച്ച് ആവുന്ന തരത്തിലുള്ള മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ മെയിൽ ഐ ഡിയിൽ ജസ്റ്റ് ഇപ്പോൾ ഷോപ്സി എന്ന് പറഞ്ഞ സാധനം shopsy@gmail.com അവൈലബിൾ എങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ retail.shopsy@gmail.com എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ info.shopsy@gmail.com എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ store.shopsy@gmail.com എന്ന് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു ഇമെയിലോട്ട് ഒരു എന്താ പറയുക, ഒരു വെബ്സൈറ്റിൻ്റെ എന്താ പറയുക ബാക്ക് എൻഡിൽ നടക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി പോലത്തെ തോന്നിക്കുന്ന തരത്തിലുള്ള ഇമെയിൽസ് മാക്സിമം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യും. അതായത് കസ്റ്റമേഴ്സ് ഈ മെയിൽ ഐ ഡിക്ക് നമ്മൾ വെബ്സൈറ്റ് കൊടുക്കാനുള്ളത്, അപ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ മെയിൽ ഐ ഡി കാണുമ്പോൾ ഇത് കുറച്ച് പ്രൊഫഷണൽ മെയിൽ ഐ ഡി ആണെന്നുള്ള ചെറുതായിട്ട് തോന്നിക്കുന്നുള്ള ഒരു ഉപകാരം മാത്രമേ അതുകൊണ്ടുള്ളൂ. എന്നാലും നിങ്ങൾ എന്ത് പേര് ചൂസ് ചെയ്യണമെങ്കിൽ ആ പേരായിരിക്കും ഇനി മുതൽ എല്ലാ സാധനത്തിനും ആവശ്യം വരിക. അപ്പോൾ മാക്സിമം ജിമെയിൽ ഐ ഡി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് മാച്ച് ആവുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം ഞാനിവിടെ ആൾറെഡി എനിക്കൊരു മെയിൽ ഐ ഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനാണ്. അതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വഴി പോയാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഈ ലിങ്ക് വഴി പോകാൻ വെച്ചാൽ നിങ്ങൾക്ക് 3 മാസത്തെ ട്രയൽ, ഷോപ്പിഫൈൻ്റെ ട്രയൽ കിട്ടും. അതും വെറും 20 രൂപ പെർ മന്ത് 3 മാസം നിങ്ങൾക്ക് ഷോപ്പിഫൈ ഉപയോഗിക്കാൻ പറ്റും. ആ ഷോപ്പിഫൈ നിങ്ങൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ സുഖമായിട്ട് 20 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം എന്ന് വെച്ചാൽ 3 മാസത്തെ 20 രൂപയുടെ ഷോപ്പിഫൈ ലിങ്ക് കിട്ടും. എനിക്ക് ഉപകാരം എന്ന് വെച്ചാൽ എനിക്ക് ഈ വെബ്സൈറ്റ്, എനിക്ക് ഈ ചാനൽ കൊണ്ടുനടക്കാനുള്ള ഒരു അഫിലിയേഷൻ്റെ ചെറിയൊരു, നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളത് ബെനിഫിറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ എനിക്കൊരു ചെറിയൊരു റവന്യൂ, അത് $10 അല്ലെങ്കിൽ $20 പോലത്തെ ചെറിയൊരു റവന്യൂ എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ അതിൽ ഫോഴ്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ പോയി ആ ലിങ്ക് പോയി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനത് ഇപ്പോൾ ഈ ലിങ്ക് വഴി ഞാനൊരു ഷോപ്പിഫൈ സ്റ്റോർ തുടങ്ങാൻ പോകണം നിങ്ങളുടെ വഴി. ഫസ്റ്റ് വെബ്സൈറ്റ് പോകണു, ഫസ്റ്റ് ജിമെയിലിൽ പോകണു, നമ്മൾ ആ മെയിൽ ഐ ഡി കോപ്പി ചെയ്യും. എന്നിട്ട് നേരെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഷോപ്പിഫൈയിലെ ഒരു വെബ്സൈറ്റ് തുടങ്ങേണ്ട പേജ് കിട്ടും. ആ പേജിൽ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ആ ഇമെയിൽ ഐ ഡി പേസ്റ്റ് ചെയ്യുക, സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താ വെച്ചാൽ നിങ്ങളൊരു പാസ്വേഡ് ചൂസ് ചെയ്യാനാണ്. അപ്പം ഞാനിവിടെ ഒരു പാസ്വേഡ് ചൂസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ കണ്ടോ, പാസ്വേഡ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ക്ലിക്ക് ചെയ്യണത് ക്രിയേറ്റ് ഷോപ്പിഫൈ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അതിൽ എന്തൊക്കെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വേർ വുഡ് യു ലൈക്ക് ടു സെൽ, എവിടെയാണ് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുള്ളത് എന്നാണ് ഫസ്റ്റ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് കുറേ ഓപ്ഷൻസ് നിന്നിൽ ഓൺലൈൻ സ്റ്റോർ, ഇൻ പേഴ്സൺ അറ്റ് ഇവൻറ്റ്സ്, സോഷ്യൽ മീഡിയയിൽ വിൽക്കാൻ പറ്റും, ഇൻ പേഴ്സൺ അറ്റ് റീറ്റെയിൽ സ്റ്റോറിൻ്റെ സാധാരണ സ്റ്റോർ, ആൻഡ് എക്സിസ്റ്റിംഗ് വെബ്സൈറ്റ് ഓർ എ ബ്ലോഗ്, ആൾറെഡി ഒരു വെബ്സൈറ്റ് കയ്യിലുണ്ടെങ്കിൽ അതിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ സ്റ്റോർ ആയിരിക്കും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യണം, ഇതിൽ ഏതാണ് നിങ്ങളെ കറക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ സെല്ല് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആൾറെഡി സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ തുടങ്ങണം. അപ്പോൾ ഇതിൽ ഏതാ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് ഐ ആം നോട്ട് സെല്ലിങ് യെറ്റ് എന്നാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ പറയുന്നത് വാട്ട് ഡു യു പ്ലാൻ ടു സെൽ, നിങ്ങൾ എന്താണ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ പ്രൊഡക്റ്റ് ഐ ബൈ ഓർ മേക്ക് മൈസെൽഫ്, ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്ട്സ് ആണ്. ഇവിടെ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. പ്രിന്റ് ഓൺ ഡിമാൻഡ് പ്രൊഡക്ട്സ്. പ്രിന്റ് ഓൺ ഡിമാൻഡ് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ്. അതായത് ടീഷർട്ട് ഇതേപോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെ ടീഷർട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് പ്രിന്റ് ഓൺ ഡിമാൻഡ്. അതിൻ്റെ വേറൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡിജിറ്റൽ പ്രൊഡക്ട്സ്, ഇപ്പോൾ NFT പോലത്തെ കാര്യങ്ങളൊക്കെ. അടുത്തതായിട്ട് സർവീസസ്, ഇപ്പോൾ നമ്മൾ ഡിസൈനിങ് ഒരു സർവീസാണ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ഒരു സർവീസാണ്. ഇങ്ങനത്തെ സർവീസസും ഇതുവഴി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഷോപ്പിഫൈൻ്റെ മെടുക്ക്. ഐ വിൽ ഡിസൈഡ് ലേറ്റർ. പക്ഷേ ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രൊഡക്ട്സ് ആണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇപ്പോൾ അതിലേക്ക് വന്ന് കണ്ടോ, നിങ്ങൾക്ക് 3 പ്ലാനാണ് ഷോപ്പിഫൈ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് ബേസിക്, ഒന്ന് പറയുന്നത് ഗ്രോ, ഒന്ന് പറയുന്നത് അഡ്വാൻസ്ഡ്. ഈ ബേസിക്കും ഗ്രോയും അഡ്വാൻസ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല, ചെറിയ വ്യത്യാസങ്ങളാണ്. ഗ്രോയിൻ്റെ കേസ് വരുമ്പോൾ 5 അഡീഷണൽ സ്റ്റാഫ് അക്കൗണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അഡ്വാൻസിൻ്റെ കേസിൽ കുറേ 15 പേരെ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലോബൽ സെല്ലിംഗ് വേണം. പിന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാസ്. എന്നാൽ നമുക്ക് ബേസിക് കൊണ്ടുവന്ന് തന്നെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലിങ്ക് വഴി വന്നുകൊണ്ട് 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഡാഷ്ബോർഡ്, ഷോപ്പിഫൈൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും, ഫ്രീ ആണ്. അതിനുശേഷം 20 രൂപീസ് പെർ മന്ത് 3 മാസത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ 3 മാസത്തേക്ക് നിങ്ങൾക്ക് വെറും 20 രൂപയെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ വരുന്ന എമൗണ്ട് എത്രയാണ്? 1994 രൂപയാണ്. അപ്പോൾ ഈ എമൗണ്ടിന് പകരം നമുക്ക് 20 രൂപ ഇവിടെ ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ പോകാൻ വരുന്നത്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം ബേസിക് പ്ലാൻ ചൂസ് ചെയ്യാൻ നോക്കുക.
കാരണം അത് അത്യാവശ്യം നിങ്ങളിപ്പോൾ 3 മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തേക്ക് അത് നല്ലൊരു എമൗണ്ട് റവന്യൂ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഗ്രോയിലേക്കോ അല്ലെങ്കിൽ അഡ്വാൻസിലേക്ക് മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ബേസിക് ചൂസ് ചെയ്യാൻ നിൽക്കുക. പക്ഷേ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നില്ല, കാരണം നമുക്കത് വേറെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സ്കിപ്പ് ഐ വിൽ ഡിസൈഡ് ലേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞു, നമ്മളെല്ലാം സെറ്റാക്കി നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം എന്താണ്, ഷോപ്പിഫൈവിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡാഷ്ബോർഡിലുള്ള ഓരോ സെക്ഷനും ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഹോം പേജാണ്. ഈ ഹോം പേജിലേക്കാണ് നമ്മളൊരു ഷോപ്പിഫൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ ആദ്യം എത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിഫൈയുടെ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഷോപ്പിഫൈയുടെ വെബ്സൈറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഹോം പേജിലേക്കാണ് എത്തുന്നത്. ഈ ഹോം പേജിൽ മെയിനായിട്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ ഇപ്പം കാണിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഷോപ്പിഫൈ നിങ്ങൾ ഓരോന്നോരോന്നായി ചെയ്യേണ്ട ഗൈഡുകളാണ്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ആദ്യം ഒരു എന്താ പ്രൊഡക്റ്റ് സെല് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ, അത് കഴിഞ്ഞ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാൻ, അത് കഴിഞ്ഞ് ഡൊമൈൻ കാണിക്കാൻ. കാരണം നമ്മൾ ഈ സ്റ്റോറിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് ഇതിൽ ഇൻഫർമേഷൻ പോലെ പറഞ്ഞു തരുന്ന സംഭവമാണ് ആദ്യം ഉണ്ടാവുക. പക്ഷെ നമ്മൾ പൊതുവെ ഇതൊക്കെ ക്രിയേറ്റീവ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, നമുക്കിവിടെ ഈ ഒരു പേജ് നന്നായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ മെയിനായിട്ട് കാണാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചാൽ എത്ര ഓൺലൈൻ വിസിറ്റ് വന്നു, എത്ര സെയിൽ നടന്നു, എത്ര ഓർഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്തൊക്കെ സജഷൻസ് ഇനി അവരുടെ ഷോപ്പിഫൈ നമുക്ക് തരും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കുറച്ചും കൂടി കൂട്ടാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഹോം പേജിൽ വരുന്നത്. അത് നമുക്ക് കറക്റ്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഓർഡേഴ്സാണ്. ഈ ഓർഡേഴ്സ് പേജാണ് നമ്മുടെ ഏറ്റവും വലിയ, നമ്മൾ ഡെയിലി നോക്കുന്ന പേജ് പറയുന്ന ഈ സെക്ഷൻ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന എല്ലാ ഓർഡേഴ്സും ഈ ഒരു പേജിൽ കാണാൻ പറ്റും. ഈ ഒരു പേജിന് അണ്ടർ 2 സബ്സെക്ഷൻസ് ഉണ്ട്, ഡ്രാഫ്റ്റ്സും അബാൻഡൻ ചെക്കൗട്ടും. ഡ്രാഫ്റ്റ്സ് എന്നുള്ള സെക്ഷനിൽ വരിക എന്താ വെച്ചാൽ നമ്മൾ ഓർഡർ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല, അങ്ങനത്തെ ടൈപ്പ് ഓർഡേഴ്സാണ് ഡ്രാഫ്റ്റിലേക്ക് പോവുക. രണ്ടാമത്തെ അബാൻഡൻ ചെക്കൗട്ട്സ്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ഈ വെബ്സൈറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് ഒരാൾ വന്നു, അയാൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അയാൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അയാൾ കംപ്ലീറ്റ് ആക്കില്ല. അയാൾ എന്തോ കാരണം കൊണ്ട്, ഇപ്പോൾ എക്സാമ്പിൾ വെച്ചാൽ പെട്ടെന്ന് അയാൾ ഇത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ വെച്ചാൽ അയാളോട് എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോള് വന്നു, അയാൾ കോൾ കൊണ്ട് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ആളെ വിളിച്ചു, അയാൾ വിളിച്ചിട്ട് അയാളൊപ്പം പോയി അവിടെ നിർത്തി പോകുന്നു. അപ്പോൾ അങ്ങനെ അബാൻഡൻ ചെയ്ത് പോകുന്ന ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഈ അബാൻഡൻ ചെക്കൗട്ടിലാണ് നിന്ന് വിടുക. അതായത് ഏത് പ്രൊഡക്റ്റ് അയാൾ ചൂസ് ചെയ്തു, എന്തൊക്കെ ഡീറ്റെയിൽസ് അയാൾ ടൈപ്പ് ചെയ്തു, എന്നിട്ട് അയാൾ നിർത്തിപ്പോയില്ലേ, അപ്പോൾ അത് നേരെ ഈ അബാൻഡൻ ചെക്കൗട്ടിലേക്ക് വരും. ഈ ഒരു സെക്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഭാവിയിൽ ഫേസ്ബുക്ക് ആഡ്സ് കാര്യങ്ങളും മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ സംഭവം മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അബാൻഡൻ ചെക്കൗട്ട്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു സെക്ഷൻ. അപ്പോൾ ഈ ഓർഡർ സെക്ഷനിൽ ഡ്രാഫ്റ്റ്സ് ഉണ്ടായിരിക്കും, അബാൻഡൻ ചെക്കൗട്ട്സ് ഉണ്ടാകും. ഈ 2 സെക്ഷൻ മെയിനായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നതാണ് പ്രൊഡക്ട്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. ഇവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ട് സെല്ല് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രൊഡക്ട്സും ആഡ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ. അയാളുടെ ഫോട്ടോസ് കാര്യങ്ങൾ, പേര് കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ, എന്ത് ടൈപ്പ് പ്രൊഡക്റ്റാണ്, കാറ്റഗറീസ്, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പേജിലായിരിക്കും. അതിൻ്റെ അടിയിൽ തന്നെ കുറേ നമുക്ക് സബ് സെക്ഷൻസ് കാണാൻ പറ്റും. കളക്ഷൻസ്, ഇൻവെൻട്രി, പർച്ചേസ് ഓർഡേഴ്സ്, ട്രാൻസ്ഫേഴ്സ്, ഗിഫ്റ്റ് കാർഡ്, ഇതെന്തൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. കളക്ഷൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിഫൈനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കളക്ഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന കാറ്റഗറീസിനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ കുറേ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ സ്റ്റോറാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ കുറേ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പ്രൊഡക്റ്റ് ബ്യൂട്ടി പ്രൊഡക്റ്റാണ്, കുറച്ച് പ്രൊഡക്റ്റ് എന്താ പറയുക കുട്ടികൾക്കുള്ളതാണ്, കുറച്ച് പ്രൊഡക്റ്റ് പറഞ്ഞാൽ വീട്ടിലേക്ക് ഹോം എസെൻഷ്യൽസ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നതിന് പകരം നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ബേബി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബേബി പ്രൊഡക്ട്സ് മൊത്തം ഈ ഒരു കാറ്റഗറിക്ക് കയറ്റിയിട്ട് അതിനൊരു കളക്ഷനാക്കി വെക്കാൻ പറ്റും. അതേപോലെ ഹോം ബേസ്ഡ് പ്രൊഡക്ട്സ് ഒക്കെ ഒരു സെക്ഷൻ ഒരു കാറ്റഗറി ആക്കിയിട്ട് ഹോം ബേസ്ഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ഓരോരോ കളക്ഷൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് കളക്ഷൻസ് പേജ്. അടുത്തത് പറയുന്നത് ഇൻവെൻട്രി ആണ്. ഈ ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്ട്സിന് എത്രത്തോളം ഇൻവെൻട്രി ഉണ്ട്, എത്രത്തോളം ഇൻവെൻട്രി അവൈലബിൾ ആണ്, എത്രത്തോളം ഏതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി, ഏതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവാൻ നിൽക്കണു, അങ്ങനത്തെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടാൻ പോകുന്ന സ്ഥലം പറയുന്നത് ഇൻവെൻട്രി. ഇവിടെയാണ് നമ്മൾ പ്രൊഡക്ട്സിൻ്റെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതും. പക്ഷേ നമ്മുടെ കേസിൽ അത് വേറെ സപ്ലയർ ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് അവർ തന്നെ കറക്റ്റ് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തോളും. അതുകൊണ്ട് വലിയ പ്രശ്നം നമുക്ക് ഇവിടെ നോക്കേണ്ട വലിയൊരു ആവശ്യം വരുന്നില്ല. എന്നാലും നമ്മൾ സ്റ്റോക്ക് ഔട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേണം. ഇവിടെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക്, ഇവിടെ പ്രൊഡക്ട്സിൻ്റെ സ്റ്റോക്സിൽ പൂജയായി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ അവർ വന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാവും കാണിക്കുക, അതായത് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു ഇൻവെൻട്രി സെക്ഷൻ്റെ. അടുത്തെന്ന് പറയുന്നത് പർച്ചേസ് ഓർഡർ എന്നുള്ള സെക്ഷൻ. ഇവിടെയാണ് നമ്മളെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേസിൽ അതൊരു ആവശ്യമില്ലാത്തൊരു സെക്ഷനാണ്. ഇതും ട്രാൻസ്ഫർ സെക്ഷൻ. ഈ പർച്ചേസ് ഓർഡർ എന്ന് വെച്ചാൽ
നമ്മളായിട്ട് ഇപ്പം എന്തൊരു എന്താണ് ഇൻവെൻറ്ററി സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. ആ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പർച്ചേസ് ഓർഡർ എന്നുള്ള സെക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ട്രാൻസ്ഫേഴ്സ് എന്നുള്ള സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ വലുതായിട്ട് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഇതിന് മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ 2 ബിസിനസ് ലൊക്കേഷൻസ് ഉണ്ട്. ഒരു ബിസിനസ് ലൊക്കേഷനിലാണ് കുറച്ച് സപ്ലൈ ഉള്ള, ഒരു ബിസിനസ് ലൊക്കേഷനാണ് മറ്റേ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്ലൈ ഈ ലൊക്കേഷനിൽ നിന്ന് മറ്റേ ലൊക്കേഷനിലേക്ക് മാറ്റി എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാനും ലൊക്കേഷൻസ് കാര്യങ്ങളും ആഡ് ചെയ്യാനുമാണ് ഈ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വലിയ യൂസേജ് ഇല്ല. ഇനി അടുത്ത് പറയുന്നത് ഗിഫ്റ്റ് കാർഡ്സ്. ഈ ഗിഫ്റ്റ് കാർഡ് പലരും നമ്മൾ എന്താ പറയുക ഡിസ്കൗണ്ടുമായിട്ട് തെറ്റിപ്പോകുന്നുണ്ട്. ഈ ഗിഫ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക വെബ്സൈറ്റിലുള്ള ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സ്ഥലമല്ല. അതിന് വേറെ സെക്ഷൻ ഉണ്ട് ഡിസ്കൗണ്ട്സ്, അത് നമ്മൾ പറയും. പക്ഷേ ഗിഫ്റ്റ് കാർഡ്സ് പറഞ്ഞ സംബന്ധിച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധനം വന്നു വെച്ചാൽ നമ്മളൊരു ഗിഫ്റ്റ് കാർഡ് ഇപ്പോൾ കണ്ടില്ല ആമസോണിൻ്റെ ഗിഫ്റ്റ് 20 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ 200 രൂപ വെച്ച് നിങ്ങൾക്ക് ആമസോൺ എന്ത് പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ പ്രൊഡക്റ്റ് ഒരാൾ വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അയാൾ റിട്ടേൺ അടിക്കുന്ന വരെ നമ്മൾ റിട്ടേൺ അടിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എമൗണ്ട് കൊടുക്കണമെങ്കിൽ ഒരു ഗിഫ്റ്റ് കാർഡ് പ്രസൻറ്റ് ചെയ്യാം, കൊടുക്കുക. ആ ഗിഫ്റ്റ് കാർഡിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ കാശ് നമ്മൾ ഇതിന് പോകുന്നില്ല, പക്ഷേ ഗിഫ്റ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് കാർഡ് വെച്ചിട്ട് അയാൾക്ക് ആ വെബ്സൈറ്റ് വേറെ എന്ത് പർച്ചേസും എത്ര രൂപയ്ക്ക് നമുക്ക് അയാൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് ഈ ഒരു പേജ്, ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാനല്ല. ഇനി അടുത്ത സെക്ഷൻ, മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സാണ്. ഈ ഒരു സെക്ഷൻ വളരെ രസമുള്ള ഒരു സെക്ഷനാണ്. കസ്റ്റമേഴ്സിൻ്റെ മെയിൻ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും, ഈ ഒരു കസ്റ്റമർ സെക്ഷനിൽ കിട്ടും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുക വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഒരാൾ ആഡ് കാർഡ് ചെയ്തു, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആഡ് കാർഡ് ചെയ്തു, അയാളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. ഒരു സാധനം പർച്ചേസ് ചെയ്തു, അയാളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. എവിടെ നിന്ന് വന്നു, ലൊക്കേഷൻ, IP അഡ്രസ്സ്, എത്ര എമൗണ്ട് അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഏതാണ് അയാളുടെ പേര്, അയാളുടെ ഫോൺ നമ്പർ, ഇതൊക്കെ ഈ ലൊക്കേഷൻ ഈ സ്ഥലത്തുണ്ടാവും, നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വെബ്സൈറ്റ് വന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ സാധനമുണ്ട്, ഒരു മെയിൽ ID പോലെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സാധനങ്ങൾക്ക് അതും ഇവിടെ വരും. അപ്പോൾ ഈ ഒരു കസ്റ്റമർ സെക്ഷൻ നമ്മുടെ വെബ്സൈറ്റ് വന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ഇവിടെ ഉണ്ടായിരിക്കും. സെഗ്മെന്റ് സെക്ഷൻ എന്ന് വെച്ചാൽ ഈ വന്ന കസ്റ്റമേഴ്സ് ഡാറ്റിനെ കണ്ടില്ലേ, കസ്റ്റമർ ഹു ഹാവ് പർച്ചേസ്ഡ്, ഒരു വട്ടമെങ്കിലും പർച്ചേസ് ചെയ്ത ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് സെഗ്മെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ഇത്. അതിപ്പോൾ കണ്ടില്ല, ഇപ്പോൾ തന്നെ ആൾറെഡി നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെച്ച കുറച്ച് സാധനം വന്നിട്ടുണ്ട്. അതായത് കസ്റ്റമർ ഒരു വട്ടമെങ്കിലും പർച്ചേസ് ചെയ്ത കസ്റ്റമർ, അല്ലെങ്കിൽ ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ 30 ദിവസത്തിൽ അബാൻഡൻ ചെക്കൗട്ട് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആൾക്കാർ, പർച്ചേസേ ചെയ്യാത്ത ആൾക്കാർ, ഇങ്ങനത്തെ കുറേ കാറ്റഗറൈസ് ചെയ്ത് ഈ സെക്ഷൻസ് ഒക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് നോക്കാൻ പറ്റും. അതാണ് ഈ സെഗ്മെൻറ്റ്സിൻ്റെ മെയിൻ ഒരു ഇമ്പോർട്ടൻസ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. ഈ കണ്ടന്റ് എന്ന് പറഞ്ഞ സെക്ഷനിലുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഫയൽസ്, ഇമേജസ് ആയിക്കോട്ടെ, ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, ബ്ലോഗ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ സ്റ്റോർ ചെയ്യണ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടന്റ്സ് ആണ്. മെറ്റാ ഒബ്ജക്ട്സ് പറയുന്നത് ഇതിലായിരിക്കും മെയിനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ സ്റ്റോറിൻ്റെ കുറേ കാര്യങ്ങൾ, ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഫേസ്ബുക്ക് പിക്സൽ, അങ്ങനത്തെ ഡാറ്റാസ് ഫേസ്ബുക്ക് പിക്സൽ എന്ന് കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഭാവിയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മെറ്റാ ഒബ്ജക്ട്സ് പറഞ്ഞ സെക്ഷനിലായിരിക്കും കാണുന്നുണ്ടാവുക. ഫയൽസ് പറഞ്ഞ സെക്ഷനിലായിരിക്കും, രണ്ടാമത്തെ സെക്ഷനിൽ ഫയൽസ്. ഈ ഫയൽസിലായിരിക്കും നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിലും അതിലേക്ക് ആവശ്യമുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം, സ്റ്റോറിക്ക് ആവശ്യമുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അത് ഇവിടെ വന്നിട്ടാണ് കറക്റ്റ് ആഡ് ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മെനൂസ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു വെബ്സൈറ്റൊക്കെ തുറന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു ഹോം, കാറ്റഗറീസ്, ബെസ്റ്റ് സെല്ലേഴ്സ്, കോൺടാക്ട് പേജ്, അതേപോലെ സെർച്ചിൻ്റെ ഐക്കൺസ്, അതേപോലെ തന്നെ അതിൻ്റെ ഫൂട്ടറിൽ പോയി കഴിഞ്ഞാൽ എബൌട്ട് ടെക്സ്റ്റ്, ഷോപ്പ്, ഓർഡേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് മെനൂസ്. ഇപ്പോൾ കണ്ടതിൽ മെയിൻ മെനു നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് കണ്ടോ, അവിടെ തന്നെ ഹോം, കാറ്റലോഗ്, കോൺടാക്ട് പ്രീസെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫൂട്ടർ മെനു നമുക്ക് വേണമെങ്കിൽ എബൌട്ടസ് കൊടുക്കാം, സെർച്ച് കൊടുക്കാം, ലോഗോ കൊടുക്കാം. ഇങ്ങനെ സാധനങ്ങളൊക്കെ ഫൂട്ടർ മെനുവിൽ വരണം. അല്ലെങ്കിൽ പ്രൈവസി ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ലേ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഷിപ്പിംഗ് പോളിസീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് മെയിൻ സെക്ഷൻ. ഈ സെക്ഷൻ നമ്മൾ പിന്നീട് ഇവിടെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത പറയുന്നത് ബ്ലോഗ് പോസ്റ്റാണ്. ബ്ലോഗ് പോസ്റ്റ് ഇവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെബ്സൈറ്റിലൊക്കെ ഉണ്ടാവില്ലേ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കുറേ ഒരു പാരഗ്രാഫായിട്ട് ടെക്സ്റ്റ് പോലെ എഴുതുന്നത്, ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാരില്ല, അങ്ങനത്തെ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ബ്ലോഗ് പോസ്റ്റ്. വെബ്സൈറ്റിനെ ഓർഗാനിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ പെയ്ഡ് മാർക്കറ്റിംഗ് അല്ലാതെ ഓർഗാനിക് ആയിട്ട് ഈ കസ്റ്റമേഴ്സിനെ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് ബ്ലോഗ് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്ലോഗ് പോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയാം, ഈ ഷോപ്പിഫൈ സ്റ്റോറിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞ സെക്ഷനാണ് ഈ അനലിറ്റിക്സ് പേജ്. ഈ ഒരു അനലിറ്റിക്സ് പേജിലാണ് എന്താ കിടക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഫുൾ ഡാറ്റ ഈ സാധനത്തിലുണ്ടാവും. ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് എത്ര സെയിൽ വന്നു,
എത്ര റിട്ടേണിങ് കസ്റ്റമേഴ്സ് ഉണ്ട്, എത്ര ഓർഡേഴ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്തു, എത്ര സെയിൽസ് ഓവർ ടൈം ചെയ്തു, എത്ര അബാൻഡൻ കാർഡ്സ് ഉണ്ട്, എത്ര ഓൺലൈൻ വിസിറ്റേഴ്സ് നമ്മൾക്ക് വന്നു, ഇങ്ങനത്തെ എല്ലാം A to Z ഡാറ്റ നമുക്ക് ഇതിലുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓരോന്നിനനുസരിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മളിത് ഓരോ വെബ്സൈറ്റ് നമ്മൾ ആഡൊക്കെ റൺ തുടങ്ങുമ്പോൾ ആ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനനുസരിച്ച് ഇവിടെ വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുക. അടുത്ത പറയുന്നത് റിപ്പോർട്ട്സ് ആണ്. ഈ കിട്ടിയ ഡാറ്റാസൊക്കെ ഓരോ സെഷൻ ബൈ ലൊക്കേഷൻ പോലെ റിപ്പോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. അതേപോലെ എത്ര പേര് ഇപ്പോൾ വിസിറ്റേഴ്സ് ഉണ്ട്, എത്ര വെബ്സൈറ്റിൽ വന്ന ആൾക്കാർ പെട്ടെന്ന് പോയി, അങ്ങനത്തെ തന്നെ ബൗൺസ് റേറ്റ് ഒന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എത്ര പേര് ഇവിടെ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ എത്ര ഡാറ്റ കാണാൻ പറ്റും. ആ ഡാറ്റ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുള്ളൂ. അടുത്ത പറയുന്നത് ലൈവ് വ്യൂ ആണ്. ഈ ലൈവ് വ്യൂ എന്ന് പറഞ്ഞ സെക്ഷനും അതും ഒരു കണക്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ആഡ് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, പിന്നെ നമ്മൾ ഏതൊരു ഷോപ്പിഫൈ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരോട് പറയാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയോ, നമ്മുടെ വെബ്സൈറ്റിൽ ഒരു വിസിറ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 വിസിറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 വിസിറ്റർ കാണിക്കും, അയാൾ ഏത് ലൊക്കേഷനാണ് വന്നത് കാണിക്കും, എന്തെങ്കിലും പ്രൊഡക്റ്റ് അയാൾ പർച്ചേസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ, ആക്റ്റീവായിട്ട് കാർട്ടിലുണ്ടോ, ചെക്കിംഗ് ഔട്ട് ഉണ്ടോ, പർച്ചേസ് ചെയ്യുന്ന ഈ ഡാറ്റ ഒക്കെ ലൈവായിട്ട് നമുക്ക് ഇവിടെ ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു മാപ്പ് കണ്ടോ, ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ സംഭവം ഇവിടെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് നമുക്ക് ലൈവായിട്ട് കാണിക്കുന്ന ഒരു വ്യൂ ആണ് ലൈവ് വ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ. ഇത് വളരെ രസമുള്ള സാധനമാണ്. നമുക്ക് മെല്ലെ ഞാനത് ആഡൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെക്ഷനിലേക്ക് പലരും വന്നിട്ട് എപ്പോഴും റിഫ്രഷ് ചെയ്തു, കാരണം ഇവിടെ ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട സെക്ഷനാണിത്. അടുത്തത് പറയുന്നത് മാർക്കറ്റിംഗ് സെക്ഷനാണ്. ഇതും വളരെ അത്യാവശ്യമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സെറ്റപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര ഓൺലൈനിൽ നമ്മൾ വന്ന വെബ്സൈറ്റിനനുസരിച്ച് എത്രത്തോളം ഇമെയിൽ അയച്ചു, ഇമെയിൽ കാര്യങ്ങൾ സെറ്റാക്കി, അതുവഴി എത്ര സെയിൽ വന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാർക്കറ്റിംഗ് സെക്ഷനിലാണ് കാണാണ്ടാവുക. ഇവിടെ തന്നെ ക്യാമ്പയിൻസ് പറഞ്ഞിട്ട് ഓട്ടോമേഷൻ പറഞ്ഞത് 2 സബ്സെക്ഷൻ. ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താ വെച്ചാൽ ക്യാമ്പയിൻ സെക്ഷനിലാണെങ്കിലും എങ്ങനെയൊക്കെയാണ് കസ്റ്റമേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ളത് കറക്റ്റ് കാണാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ് വഴിയാണ് വന്നതെങ്കിൽ ഇവിടെ ഫേസ്ബുക്കിനെ കാണിക്കും, ഫേസ്ബുക്ക് വഴി വന്നാണ് ആഡ് വഴി പെയ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ്, അങ്ങനത്തെ കാര്യങ്ങൾ കാണും. അവ എത്ര പേര് വന്നു എന്ന് കാണിക്കും, എത്ര സെയിൽ അതുവഴി വന്നെന്ന് കാണിക്കും. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ പിക്സൽ നമുക്ക് കണക്ട് ചെയ്യണം, അതൊക്കെ ഡാറ്റാസ് നമ്മൾ കാണും. പിന്നെ എത്ര ഓർഗാനിക് സെയിൽസ് വന്നു, എത്ര ഓർഗാനിക് വ്യൂവേഴ്സ് വന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണും ക്യാമ്പയിൻസിൽ. അടുത്ത ഓട്ടോമേഷൻ. ഇവിടെയാണ് നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ഒരാൾ ആർട്ട് കാർഡ് ചെയ്തു എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഈ ആർട്ട് കാർഡിൽ ആൾക്കാരെ ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ ഇയാൾക്കൊരു മെയിൽ പോകണം, ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ആർട്ട് കാർഡ് കിടക്കുന്നുണ്ട്, നിങ്ങൾ വേഗം പോയി പർച്ചേസ്. ഇങ്ങനത്തെ തരത്തിലുള്ള മെയിൽസൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡിസ്കൗണ്ട് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സിൻ്റെ വാല്യൂവിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന സെക്ഷൻ. ഇവിടെയാണ് നമ്മൾ ഡിസ്കൗണ്ട് കൂപ്പൺസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഈ കൂപ്പൺസ് നമ്മൾ പർച്ചേസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ അവിടെ സജഷൻസ് ആയിട്ട് കൊടുക്കുക. ആ ചെക്കൗട്ടിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ആ ഒരു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് വരും, അതിന് പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഡിസ്കൗണ്ട്സ് പറഞ്ഞ സെക്ഷൻ. അടുത്തത് പറയുന്നത് വളരെ 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 നമ്മുടെ വെബ്സൈറ്റിൻ്റെ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷനാണ് ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞത്. ഈ സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് തീംസ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഈ തീംസ് പറഞ്ഞ സെക്ഷൻ, ഈ ഒരു സാധനം ഉണ്ടെങ്കിലേ നമുക്ക് വെബ്സൈറ്റ് യൂസേഴ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തീം സെക്ഷനിൽ പോയിട്ടാണ് നമ്മൾ തീം കാര്യങ്ങളൊക്കെ ഇതിന് വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ചൂസ് ചെയ്യണം. ഷോപ്പിഫൈൻ്റെ ബേസിൽ തീം ബേസ്ഡാണ് ഷോപ്പിഫൈൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിവിടെ ആൾറെഡി ഷോപ്പിഫൈ നമുക്ക് കുറേ ഫ്രീ തീംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന കുറേ തീംസ് നല്ല അടിപൊളി തീംസ്, ഫ്രീ തീംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഷോപ്പിഫൈ മാർക്കറ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ പെയ്ഡ് തീംസും കിട്ടും. അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്ത സാധനം ഇവിടെ കണ്ടോ, ഇതിൽ പോയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു തീം സെക്ഷനിൽ നമുക്ക് വരും. അത് കഴിഞ്ഞിട്ട് അത് പോയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ പേജ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റപ്പ്. ഇതാണ് ഈ ഭാഗത്ത് ചെന്നിട്ടാണ് നമ്മൾ പേജ് കാര്യങ്ങൾ ഭംഗിയായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ തീം എന്തെങ്കിലും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെയ്ഡ് തീം ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു തീം ഞാനിപ്പോൾ ഓൺ വർക്കിലാണ്. ആ സാധനം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിങ്ക് താഴെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ തീം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വക ഈ ഒരു കോഴ്സ് കാണുന്നവർക്കുള്ളൊരു ഫ്രീ എലമെൻ്റ് ആണ്. അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കുറച്ച് ടൈം എടുക്കും ആ ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടി. കാരണം ഞാനതിപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം അത് കറക്റ്റ് അത് വെച്ച് വെച്ചാൽ നിങ്ങളുടെ ഷോപ്പിഫൈൻ്റെ സ്റ്റോറിൻ്റെ വാല്യൂ വരുന്ന കസ്റ്റമേഴ്സ് കറക്റ്റ് കൺവേർഷൻ റേറ്റ് കൂടാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള ഒരു തീമായിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഫ്രീ തീം ഏതെങ്കിലും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ആഡ് അമർത്തി കഴിഞ്ഞാൽ നേരെ ഈ ഒരു സെക്ഷൻ ഇവിടെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കസ്റ്റമൈസ് ബട്ടൺ അടിച്ചാൽ നമ്മുടെ
തീം എങ്ങനെ ഇപ്പോൾ വെബ്സൈറ്റ് ഇപ്പോൾ എങ്ങനെ കിടക്കണമെന്ന് കാണാൻ പറ്റും കണ്ടോ. ഇവിടെയാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന ബട്ടൺ അമർത്തുമ്പോഴാണ് കണ്ടോ വെബ്സൈറ്റ് ഇങ്ങനെയാണ് കണ്ടാവുക. ഇതിലോ ഈ ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ ഉള്ള എഡിറ്റ് മൊത്തം നടത്തുക കേട്ടോ. ഹെഡർ സെക്ഷൻ, ഫൂട്ടർ സെക്ഷൻ, ഇവിടെ ഇമേജ് ബാനർ, ഈ ഇവിടെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. ഇപ്പോൾ ഇത് പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എന്ന് അടിച്ച് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കാണാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അവസ്ഥ. ഒന്നും ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. നമ്മൾ മെല്ലെ ഈ സാധനം ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് തരും. ഇതിനുള്ള എല്ലാ സെറ്റപ്പ് നമ്മൾ ചെയ്ത് തരും. അടുത്ത പറയുന്നത് പേജസ് സെക്ഷനാണ്. ഈ പേജസ് സെക്ഷനിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ പേജസ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിൽ കണ്ട പോലെ തന്നെ ഒരു കോൺടാക്റ്റസ് പേജ് മസ്റ്റാണ് ഒരു വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ. കാരണം വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ ആദ്യം പറയും ഈ കോൺടാക്ട് പേജും ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ പേജസും അത്യാവശ്യമാണെന്നാണ് പറയുക. അപ്പോൾ കോൺടാക്ട് പേജ് സെറ്റപ്പ് ചെയ്യാനാണ് പിന്നെ അതേപോലത്തെ എക്സ്ട്രാ പേജസ് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. അടുത്ത പറയുന്നത് പ്രിഫറൻസസ് ആണ്. ഈ ഒരു സെക്ഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണാം കണ്ടോ ഈ ഒരു വെബ്സൈറ്റ് ഇതിൽ കണ്ടോ ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടോ. ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് ഇന്നിപ്പോൾ എന്തെങ്കിലും ഡൊമൈൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വേറൊരു കസ്റ്റമർ വന്നിട്ട് ആ സാധനം ആ വെബ്സൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ പാസ്വേഡ് അടിച്ചാൽ ഈ വെബ്സൈറ്റ് കാണാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് എഴുതി കാണിക്കും. അത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ നമ്മളിവിടെ ഒരു പ്ലാൻ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടില്ല, പേയ്മെൻറ്റ് ചെയ്തില്ല. ആ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഈ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഓഫാക്കാൻ പറ്റുള്ളൂ. ഈ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഓഫാക്കിയാൽ മാത്രമേ നമ്മുടെ ഡൊമൈൻ നെയിം അടിച്ച് വരുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ റെഡി ആയിട്ടുള്ള വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുവരെ നമുക്ക് കാണാൻ പറ്റില്ല. എന്താ പറയുക, ഒരു പാസ്വേഡ് അടിച്ചാൽ മാത്രമേ വെബ്സൈറ്റ് കയറാൻ പറ്റൂ എന്നുള്ള ഒരു ഓപ്ഷനായിരിക്കും മുമ്പിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ വരാൻ പോകുന്നത് ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ മെയിൻ വെബ്സൈറ്റ് ID കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റ്. നമ്മൾ ഡൊമൈൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ID ഉണ്ടാവും. ആ ID കാര്യങ്ങളൊക്കെയാണ് പ്രിഫറൻസസ് സെക്ഷനിൽ ഉണ്ടാകും. ഇനി അടുത്ത ഈ ഒരു മെയിൻ ഹോം ഡാഷ്ബോർഡിലെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് ആപ്പ് സെക്ഷനാണ്. ഈ ഒരു ആപ്പ് സെക്ഷനിലാണ് നമ്മൾ ഡിഫറെൻറ്റ് ആപ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കുറേ ആപ്സ്, ഇമെയിൽ മാർക്കറ്റിങ്ങിനുള്ള ആപ്പ്, ഫേസ്ബുക്ക് ആഡ്സിൻ്റെ ആപ്സ്, അതേപോലെ തന്നെ സപ്ലയറിൻ്റെ ആപ്പ്, അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിക്കിൻ്റെ ആപ്പ്, ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഈ ആപ്സ് പറഞ്ഞ സെക്ഷനിൽ പോയിട്ടാണ്. അതാണ് ഇവിടെ ആപ്സ് പറഞ്ഞ സാധനം കാണുന്നത്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സെറ്റിംഗ് സെക്ഷനാണ്. ഈ സെറ്റിംഗ് സെക്ഷനാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ എന്താ പറയുക ബാക്ക് എൻഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പറയുന്നത് ബാക്കിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സാധനം ഈ സെറ്റിംഗ് സെക്ഷനാണ്. അപ്പോൾ സെറ്റിംഗ് സെക്ഷനാണ് നമ്മളടുത്ത് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ നമ്മുടെ സ്റ്റോറിൻ്റെ സെറ്റിംഗ്സ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ കുറേ ഓരോരോ സെക്ഷൻസിൻ്റെ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കറക്റ്റ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറിൻ്റെ പേര് വന്ന് സ്റ്റോറിൻ്റെ വെബ്സൈറ്റും. പിന്നെ വരുന്നത് ജനറൽ. ഈ ജനറലിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റോറിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റോറിൻ്റെ പേര് ഷോപ്പ് ഫോർ ലൈഫ് ആണ്. ഷോപ്പ് ഫോർ ലൈഫ് അടിച്ചു കൊടുത്തു, സേവ് അടിച്ചു. ഇവിടെ തന്നെ നമുക്ക് ഇമെയിലിൽ കാണാം. ഇനി ഇവിടെ അഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. ഈ അഡ്രസ്സ് കൊടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അതിപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ കിട്ടുന്ന ഇവിടെ അഡ്രസ്സ് കൊടുത്താലേ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ അയക്കും അഡ്രസ്സൊക്കെ സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ കറൻസി ഏതാണെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇന്ത്യനിലാണ് ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ത്യൻ റുപ്പീസിന് കൊടുക്കാം. പിന്നെ ടൈം കാര്യങ്ങൾ ചൂസ് ചെയ്യാം. അതൊക്കെ ആൾറെഡി സെറ്റാണ്, ഇതൊന്നും നമ്മളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വരാൻ പോകുന്ന മാറ്റേണ്ട സംഭവം എന്ന് വെച്ചാൽ ഓർഡർ ID പറഞ്ഞ സംഭവമാണ്. ഈ ഓർഡർ ID എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഓർഡർ വരികയാണ്. ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ ഓർഡർ നമ്മുടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നേരത്തെ പറഞ്ഞ ഓർഡർ സെക്ഷനില്ല, ആ സെക്ഷനിൽ കാണിക്കണമെങ്കിൽ ഓരോ നമ്പറായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു അതിന് മുമ്പ് ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഷോപ്പ് ഫോർ ലൈഫ് ആണെങ്കിൽ നമുക്കിവിടെ ഓർഡർ ID *S4L എന്ന് അടിച്ചു കഴിഞ്ഞാൽ $4 ഡോളർ വന്നല്ലേ S4 ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ അതിന് മുതൽ വരുന്ന ഓർഡേഴ്സിനൊക്കെ കണ്ടോ S4L 1001 1002 10 അങ്ങനെ ഓരോ ഓർഡേഴ്സിനും ഓരോ നമ്പർ ചെയ്തിട്ട് സിസ്റ്റം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ S4L എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേര് അനുസരിച്ച് ഷോർട്ട് ആക്കിയിട്ട് ഒരു 3 അക്ക വേർഡോ അല്ലെങ്കിൽ 2 അക്ക വേർഡോ ഇവിടെ കൊടുത്താൽ കുറച്ചുകൂടി നന്നാകും. അപ്പോൾ ഓർഡേഴ്സ് മൊത്തം കറക്റ്റ് കാറ്റഗറീസ് നമുക്ക് ഒരു ഓർഡർ വരുമ്പോൾ അത് ആരുടെ ആണെന്ന് വേഗം കണ്ടുപിടിക്കാൻ ഈ ഓർഡർ ID വേണം. അപ്പോൾ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, സേവ് അമർത്താം. നമ്മൾ ഒന്ന് എഡിറ്റ് കഴിഞ്ഞാൽ അപ്പം സേവ് ആവണം കണ്ടോ, എന്നാലേ സേവ് ആവുള്ളൂ. നമ്മൾ ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. പിന്നെ ഇതിലൊന്നും വെറുതായിട്ടൊന്നും ചെയ്യാനില്ല. ഓട്ടോമാറ്റിക്കലി ഫുൾഫിൽ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളല്ല. പിന്നെ അവിടെ ബ്രാൻഡ് അസറ്റ്സിലാണ് നമ്മുടെ ലോഗോ കാര്യങ്ങളും അതായത് വെബ്സൈറ്റിൻ്റെ ലോഗോസ് കാര്യങ്ങളൊക്കെ ചെറുതായി കൊടുക്കേണ്ട ആവശ്യം. തീമിക്ക് വരുമ്പോൾ വേറെ ചെയ്യണം. ഇത് ബാക്കിയുള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽസിനൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നാവും ബ്രാൻഡ് അസറ്റ്സ് നിന്നാവും ഓരോന്നും എടുക്കുന്നുണ്ടാവുക. അതേപോലെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ടാവുക. അടുത്ത സെക്ഷൻ തന്നെ പ്ലാൻ സെക്ഷൻ. ഇവിടെ നമ്മളിപ്പോൾ കണ്ടോ 3 days ട്രയലാണ്. ഞാൻ പറഞ്ഞില്ല 3 ദിവസം ഫ്രീ ആയിരിക്കും, പിന്നെ 3 months 20 രൂപയാകും. അപ്പോൾ ഇവിടെ ചൂസ് പ്ലാൻ, ഇവിടെ പ്ലാൻ ഏതാണെന്ന് കാണിക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ.
നമ്മളിപ്പോൾ ചൂസ് പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകും. കേട്ടോ ഇതിൽ ഏത് പ്ലാനാണ് ചൂസ് ചെയ്യാന്നുള്ളത് കേട്ടോ. ഇതിൽ മൊത്തത്തിൽ ഇപ്പോൾ 4 പ്ലാനാണ്. നേരത്തെ പറഞ്ഞാൽ 3 പ്ലാനല്ലേ. ഈ 4ാമത്തെ പ്ലാൻ പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈ ലെവൽ കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അത്ര ഹൈ ലെവൽ നമ്മൾ എത്തുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സാധനമൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. നല്ല അടിപൊളി സെയിൽസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വേറെ ലൊക്കേഷനുകളിൽ ബിസിനസ്സുകളിലൊക്കെ ആൾക്കാർക്കൊക്കെയാണ് ഈ സംഭവം പറ്റുന്നത്. ബേസിക്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തുടങ്ങാവുന്ന സാധനം ബേസിക്സ് നല്ലതാണ്. ഇതിൽ നമ്മളല്ലേ 10 ഇൻവെന്ററി സ്റ്റോക്ക് ലൊക്കേഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ചാറ്റ് സപ്പോർട്ട് ഉണ്ട്, ഗ്ലോബൽ സെല്ലിംഗ് ഉണ്ട്, POS ലൈറ്റ് വന്നാൽ അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് സെയിൽ പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ്. ഇനി നമ്മളിപ്പോൾ പ്ലാൻ ചൂസ് ചെയ്യാൻ വെച്ചാൽ പ്ലാൻ ചൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ സെലക്ട് ബേസിക് എടുക്കുക. ഇപ്പം നമ്മളിപ്പോൾ ബേസിക് എടുക്കുകയെന്ന് വെച്ചാൽ നമ്മളോട് കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ പറയും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ഡെബിറ്റ് കാർഡ് വെച്ച് പേ ചെയ്യാം, UPI വെച്ചിട്ട് പേ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് UPI വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതെന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക കഴിഞ്ഞാൽ ഇവർ ഈ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവരെന്താ ചെയ്യണം വെച്ചാൽ അത് ഒരു ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഒരു മന്ത്ലി നമ്മളറിയാതെ തന്നെ നമ്മുടെ കാർഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ UPI എന്നോ പേയ്മെൻറ്റ് മാൻഡേറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ മാൻഡേറ്റ് ഉപയോഗിച്ചിട്ട് അവർ കറക്റ്റ് പേയ്മെൻറ്റ് എടുത്തോളൂ. അതിനുള്ള അപ്രൂവലാണ് നമ്മൾ ഈ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവം. അപ്പോൾ UPI വഴി ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ 20 രൂപ പെർ മന്ത് ആണെങ്കിലും നിങ്ങൾ 3-4 മാസത്തേക്കുള്ള ഒരു എമൗണ്ട് ഒരുമിച്ച് അവർ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് അവന്ന് അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UPI വെച്ചിട്ട് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടാവുക 5000 രൂപ 6000 രൂപയ്ക്കാണ് നമ്മുടെ മാൻഡേറ്റ് ചോദിക്കുക. അത് നമ്മൾ 5000 രൂപ 6000 രൂപയൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ലോക്കായി വെക്കും. എന്ന് വെച്ചാൽ ഓരോ മാസം ഈ സാധനങ്ങൾ ഇങ്ങനെ ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഗോ ഫോർ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ്. അത് നിങ്ങളുടെ പേഴ്സണൽ അല്ലാതെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല യൂസേജ് സമയമാണിത്. കാരണം വെച്ചാൽ ഇതുവഴി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 20 രൂപ മാത്രമേ നിങ്ങൾ ഇന്ന് എടുക്കുള്ളൂ. അതും ആ പ്ലാൻ 3 ദിവസത്തെ ഫ്രീ ട്രയൽ കഴിഞ്ഞിട്ട് അടുത്ത ബില്ലിംഗ് സൈക്കിളിലെ ഈ ഒരു സംഭവം 20 രൂപ അതിലേക്ക് ആഡ് ആവുള്ളൂ. 20 രൂപ കറക്റ്റ് മാത്രമേ എടുക്കുള്ളൂ. വേറെ മാൻഡേറ്റ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സെക്ഷനിൽ പോയിട്ട് ഈ മാൻഡേറ്റിൻ്റെ സാധനസ് ഓട്ടോമേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സാധനം നമുക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ നോക്കുക. UPI വഴി എടുക്കുകയെന്ന് വെച്ചാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് നിങ്ങൾ ആൾറെഡി ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ആ സാധനം ഇവിടെ നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു വിടുകയെന്നുള്ളത്. അപ്പോൾ അതാണ് സെറ്റിങ്സിലെ എന്താ പറയുക പ്ലാൻ എന്ന സെക്ഷനിൽ വരിക. ഇനി ബില്ലിങ്സ് എന്ന സെക്ഷനിലും ഏകദേശം സെയിം സാധനം തന്നെ വരും. ഇവിടെ എന്താ വരിക വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പോലെ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര ദിവസം നമ്മൾ പേയ്മെൻറ്റ് ബില്ലാവും എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അവിടെ വരും. അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പെയ്ഡ് ആപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിഫൈയിൽ. ഫ്രീ ആപ്സ് അല്ലാതെ പെയ്ഡ് ആപ്സ് ഉണ്ട്. ആ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സബ്സ്ക്രിപ്ഷൻ ഫീ ഉണ്ടാവും. ആ ഫീ ഒക്കെ ഈ ബില്ലിംഗ് സൈക്കിളിലൊക്കെ ആഡ് ആക്കിയിട്ട് മൊത്തത്തിലൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡിനോ ഡെബിറ്റ് കാർഡിനോ അല്ലെങ്കിൽ UPI എടുക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് യൂസേഴ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ നമ്മുടെ ഷോപ്പിഫൈൻ്റെ അക്കൗണ്ട് ആരൊക്കെ ഹാൻഡിൽ ചെയ്യണം കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്യണത്. ഇപ്പം നമുക്കിവിടെ വേറൊരു യൂസറിനെ ആഡ് ചെയ്തിട്ട് അവരുടെ ഇമെയിൽ ID അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്കിവിടെ ആഡ് ചെയ്തിട്ട് അയാൾക്ക് നമ്മുടെ ഷോപ്പിഫൈൻ്റെ സ്റ്റോർ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൽ. അതിൽ തന്നെയാണ് റോൾസും സെക്യൂരിറ്റി കാര്യങ്ങളും. കസ്റ്റമർ സപ്പോർട്ടായിട്ട് കൊടുക്കാം, മർച്ചൻ്റ് സപ്പോർട്ടായിട്ട് കൊടുക്കാം. അങ്ങനത്തെ ഓരോന്നോരോന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ആൾക്കാരെ. സെക്യൂരിറ്റി പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് സ്റ്റോറിൻ്റെ മെയിൻ സെക്യൂരിറ്റി കാര്യങ്ങൾ, അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി അടുത്ത് പറയുന്നത് പേയ്മെൻറ്റ് സെക്ഷനാണ്. ഈ പേയ്മെൻറ്റ് സെക്ഷനിലാണ് നമ്മുടെ ഷോപ്പിക്കുള്ള നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള പേയ്മെൻറ്റ് ഗേറ്റ്വേയും പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സിനും ഒക്കെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. മെയിൻലി നമ്മുടെ ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യാവുന്ന ആൾക്കാർ പറയുന്നത് റേസർ പേ ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് ഫ്രീ ഉണ്ട്. ഇങ്ങനത്തെ 2-3 സാധനങ്ങളാണ് പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ പേയ്മെൻറ്റ് പ്രൊവൈഡർ പറഞ്ഞാൽ ഈ പേയ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു മിഡിൽ മാൻ എന്നാണ് സംഭവം. അടുത്ത പറയുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് പറഞ്ഞാൽ ആൾക്കാർ വെബ്സൈറ്റ് വന്നിട്ട് ഏത് പേയ്മെൻറ്റാണ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പേയ്മെൻറ്റ് മെത്തേഡാണ്. നമുക്ക് പുറത്തുള്ള ട്രാൻസാക്ഷനിലൊക്കെ പേപ്പാൽ ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യുമ്പോഴൊക്കെ പേപ്പാൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇന്ത്യൻ ലെവലിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക റേസർ പേ അല്ലെങ്കിൽ ക്യാഷ് ഫ്രീ ആണ്. മെയിനായിട്ട് റേസർ പേ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആവും, നമുക്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും എളുപ്പമാണ്. അതിൽ എവിടെയാണ് ക്യാപ്ചർ ചെയ്യേണ്ടത് ചെക്കൗട്ട് എന്നതൊന്നും നമ്മൾ മാറ്റേണ്ടി. പിന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മാറ്റേണ്ടി വരും. ഇവിടെ നമ്മളൊരു ക്യാഷ് ഓൺ ഡെലിവറി സെക്ഷൻ കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷനും കൂടി ചെക്കൗട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺ ആവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഗിഫ്റ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
അടുത്ത പറയുന്നത് ചെക്കൗട്ട് സെക്ഷൻ. ഈ ചെക്കൗട്ട് സെക്ഷനിലാണ് നമ്മൾ ചെക്കൗട്ട് പേജിൽ എന്തൊക്കെ കാണണം, എന്തൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടോ. ഇവിടെ ഫോൺ നമ്പർ ഇമെയിലും മസ്റ്റാണ് കണക്ട് ചെയ്യേണ്ടത്. അവരുടെ ഓർഡേഴ്സ് ട്രാക്ക് അത് ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ. ഇത് ഷോപ്പ് പുറത്തേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നെയിം മാത്രം മതിയോ, എന്താ പറയുക, കമ്പനി നെയിം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അതായത് അവരിൽ നിന്ന് എന്തൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ചെക്കൗട്ടിൽ വരണം എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ സെറ്റാക്കാൻ പറ്റുന്നതാണ് ചെക്കൗട്ട് പേജിനെ പറ്റുന്നത്. അടുത്ത കസ്റ്റമർ അക്കൗണ്ട്സ്. ഈ ഒരു സെക്ഷനിലാണ് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഒരു വെബ്സൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നൊരു കസ്റ്റമർ ഒരു സാധനം പർച്ചേസ് ചെയ്തു, അയാൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നപ്പോൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അയാൾക്ക് ഈ ഓർഡർ എവിടെ എത്തി ട്രാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കാനും അയാളെ ഓർഡർ റിട്ടേൺ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഒരു അക്കൗണ്ട് വേണമല്ലോ അയാൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അതായത് കസ്റ്റമർ അക്കൗണ്ട്സ് എന്ന സെക്ഷൻ. ഇവിടെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി. ഇവിടെ ആയിരിക്കും നമ്മൾ എവിടേക്കൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കാൻ, ഷിപ്പിംഗ് ലാബലും റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി സെക്ഷനാണ്. ഈ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. ഇവിടെയാണ് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു വ്യക്തി നമ്മുടെ വെബ്സൈറ്റിൽ ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അയാളുടെ നിന്ന് ടാക്സ് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ പ്രൈസിൽ ടാക്സ് ഇൻക്ലൂഡ് ആക്കണോ വേണ്ടോ, ഇതൊക്കെ നമ്മൾ അസൈൻ ചെയ്യാനുള്ള സെറ്റാക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേജിലാണ്. അടുത്ത പറയുന്നത് ലൊക്കേഷൻസ്. ഈ ലൊക്കേഷൻസിലായിരിക്കും നമ്മുടെ എന്താ പറയുക സ്റ്റോറിൻ്റെ സപ്ലയേഴ്സിൻ്റെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമുക്കിതിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിപ്പോൾ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലയറിനെ വെച്ചിട്ടായിരിക്കും ഈ ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ ഇവിടെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തോളൂ. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയുന്നത് മാർക്കറ്റ്സ്. ഈ മാർക്കറ്റ്സ് പറഞ്ഞ സെക്ഷനിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ആൾക്കാർ വന്നിട്ടുണ്ട്, എത്രയൊക്കെ ഷെയർ ഏതൊക്കെ കൺട്രിയിൽ നിന്നാണ് കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുക. മെയിനായിട്ട് നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ തന്നെയാവും മെയിനായിട്ട് കാണുക. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ആപ്സ് ആൻഡ് സെയിൽസ് ചാനൽ. ഈ ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആപ്സ് വഴി കുറേ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. ആ ആപ്സ് ഒക്കെ എന്താണ് നമുക്ക് മാനേജ് ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡൊമൈൻസ് ആണ്. ഈ ഡൊമൈൻസിലാണ് നമ്മൾ ഒരു ഡൊമൈൻ പർച്ചേസ് നമ്മൾ ആൾറെഡി വേറെ ഏതെങ്കിലും നമ്മൾ മെയിനായിട്ട് ഗൂഗിൾ ഓഡാഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്ത ഡൊമൈന് ഈ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യണല്ലോ, ആ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇത് ഞാൻ എങ്ങനെ കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. അടുത്ത പറയുന്നത് കസ്റ്റമർ ഇവൻറ്റ്സ് ആണ്. ഈ കസ്റ്റമർ ഇവൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഫേസ്ബുക്ക് പിക്സൽ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൂഗിൾ പിക്സൽ, ഇവരൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഓരോരോ ആക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമുക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, പിക്സൽ കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സാധനമാണ് കസ്റ്റമർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ സെക്ഷൻ. നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇതായിട്ടോ നമ്മുടെ അടുത്തേക്ക് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കസ്റ്റം ഡാറ്റ. ഇത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും നമ്മുടെ ഏതൊക്കെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ വേരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡാറ്റ ഒക്കെ ഇവിടെ ഉണ്ടാവുക. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജസ് സെക്ഷനാണ്. ഈ സെക്ഷനിൽ നമ്മുടെ വെബ്സൈറ്റ് ഏതൊക്കെ ലാംഗ്വേജിൽ അവൈലബിൾ ആവണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കുറേ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഷോപ്പിഫൈ ട്രാൻസ്ലേറ്റ് ആൻഡ് അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ സാധനം സെറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് യൂസേഴ്സിന് വേറെ രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ കാണുന്ന തരത്തിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ലാംഗ്വേജസ് എന്ന സെക്ഷനിൽ. ഈ ഒരു സെക്ഷൻ കസ്റ്റമർ പ്രൈവസി എന്ന് പറഞ്ഞ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ് പോളിസീസ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഈ പോളിസി സെക്ഷൻ പറഞ്ഞ സെക്ഷനിലാണ് നമ്മുടെ വെബ്സൈറ്റിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി സെറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി, പ്രൈവസി പോളിസി, ടേംസ് ഓഫ് സർവീസ് പോളിസി, ഷിപ്പിംഗ് പോളിസി, കോൺടാക്ട്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. ഈ സെറ്റ് ചെയ്ത സെക്ഷൻസ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റിക്ക് ഓട്ടോമേറ്റ് ചെയ്തിട്ട് റെഡിയാക്കാനുള്ള സാധനങ്ങളും അതേപോലെ ഇമെയിൽ കാര്യങ്ങളൊക്കെ ചെക്കൗട്ടിൽ മാർക്കറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കുന്നത് പ്രൈവസി പ്രകാരം കസ്റ്റമേഴ്സിൻ്റെ പ്രൈവസി നോക്കിയിട്ട് സെറ്റപ്പ് ചെയ്യേണ്ട സാധനങ്ങളാണ് കസ്റ്റമർ പ്രൈവസി. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എന്താ റിട്ടേൺ പോളിസി. ഇത് ആൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ആ ടെംപ്ലേറ്റ് നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഞാനൊരു ഡോക് ഫയൽ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കുറച്ച് റിട്ടേൺ പോളിസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊരു ഷീറ്റിൽ ആഡ് ചെയ്തിട്ട് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളത് കോപ്പി ചെയ്യുക, മേക്ക് എ കോപ്പി ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഡാറ്റ എടുത്ത് നിങ്ങൾക്ക് റിട്ടേൺ പോളിസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഷോപ്പ് അങ്ങനത്തെ മെയിൽ ഐ ഡിയുടെ ഓപ്ഷൻസ് കാണാം. അവിടെ മാത്രം നിങ്ങൾ മെയിൽ ഐ ഡിയുടെ കേസിലും പേരുകളുടെ കേസിലും ഉണ്ടാവും, അങ്ങനെ ഇൻസേർട്ട് റിട്ടേൺ അഡ്രസ് ഇങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി കാര്യങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൊടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം പക്കയായിട്ട് സെറ്റ് ആകും. ഇപ്പം നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പബ്ലിഷ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ പോളിസി റെഡിയാകും. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇവിടെ തന്നെ ഇവർ ആൾറെഡി ഒരു ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടെംപ്ലേറ്റ് കറക്റ്റ് എന്താണ് ഇൻസേർട്ട് ചെയ്യുക, അതിൽ വേണ്ട എഡിറ്റ് കാര്യങ്ങൾ വെച്ചാൽ അത് നേരെ പോസ്റ്റ് ചെയ്യും.
ഇതൊക്കെ ചെയ്യണ രീതിയിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. എന്തായാലും ഞാൻ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം. അത് നേരെ ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് സെറ്റിംഗ്സ് പേജിലുള്ള എല്ലാ ഡാറ്റസും. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പിഫൈൻ്റെ എല്ലാ ഡാഷ്ബോർഡും സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് സപ്ലയറിനെ കണ്ടുപിടിക്കുക, സപ്ലയേഴ്സ് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ കേസിലേക്കാണ് പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിന്നിങ് പ്രൊഡക്റ്റ് എന്ന സെക്ഷനിലേക്ക് കൂടി പോകും. പിന്നെ നമ്മൾ മെല്ലെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ മെല്ലെ ഓരോ സ്റ്റേജ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റോറിനെ ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോറിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്രിയേഷൻ കാര്യങ്ങൾ, ബിസിനസ് നെയിം ക്രിയേഷനെ, വെബ്സൈറ്റ് മെയിൽ ഐ ഡി ക്രിയേഷനെ, ഇനി ഇതെങ്ങനെ ഓരോരോ ഡാഷ്ബോർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇങ്ങനത്തെ കൂടുതൽ അടുത്ത ഈ സീരീസിലെ അടുത്ത വീഡിയോസിനായിട്ട് താഴെ കാണുന്ന ഫോളോ ബട്ടൺ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ബിസിനസ്സിനോട് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക. ഒരു വലിയൊരു ഹെൽപ്പായിരിക്കും അത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.